ജീവിതത്തിൽ വളരെയധികം കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില വ്യക്തികൾ. അവർക്ക് ഒരുപാട് കഴിവുകളും ഉണ്ടാവും പാരലായിട്ട്. പക്ഷേ അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് വേണ്ടത്ര സാലറി കിട്ടുന്നുണ്ടാകും, പക്ഷേ സംതൃപ്തരായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരേ സമയം തന്നെ തനിക്കെന്തോ കിട്ടാതിരിക്കുന്നു, തനിക്കൊരു സംതൃപ്തി കിട്ടാതിരിക്കുന്നു എന്ന നിലയിൽ അവർക്ക് അവരറിയാതെ തന്നെ ഒരു സ്ട്രെസ് അവർക്കുണ്ടാകും. പലപ്പോഴും പലരും പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അവർ ഹാപ്പിയല്ല. അപ്പോൾ അവർക്ക് ഹാപ്പി ആകാനായിട്ട് ആ വ്യക്തിക്ക് എന്താണ് ആ ജീവിതത്തിൽ നിന്ന് വേണ്ടത് എന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അയാൾ എന്ത് ജോലി ചെയ്യുമ്പോഴാണ് അയാൾക്കൊരു സംതൃപ്തമായ ഒരു ജീവിതം, ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ കഴിയുന്നത്? അതെങ്ങനെ അയാൾക്ക് കണ്ടെത്താൻ പറ്റും? കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം സന്തോഷമില്ല. ജോലിക്ക് പോകുന്നതിനകത്തൊരു 50-70% ആൾക്കാരും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്, നല്ല സാലറി ലഭിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷം അവരുടെ ജോലിയിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും സന്തോഷമില്ലാത്തതായി പോകുന്നു. ഇതിനകത്ത് പൊതുവേ നാം മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതവും ജോലിയും രണ്ടും രണ്ടായിട്ട് കാണണമോ ഒന്നായിട്ട് കാണണമോ? ജീവിതവും ജോലിയും ഒന്നാകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്. പലരും പറയും ജീവിതമെന്ന് പറയുന്നതാണ് ജോലി, ജോലി എന്ന് പറയുന്നതാണ് ജീവിതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ജോലി ചെയ്യണം? കാരണം നമ്മുടെ ഒരു 1% അല്ലെങ്കിൽ 2% സമയങ്ങളും നാം ചിലവഴിക്കുന്നത് ഓഫീസുകളിലായിരിക്കും. പകൽ സമയം അല്ലെങ്കിൽ രാത്രി സമയങ്ങളും ഒക്കെ ഓഫീസുകളിലായിരിക്കും. ആ സമയത്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ, അത് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ ജോലി ചെയ്ത ശേഷം അവർക്ക് മനസ്സിലായി ഈ ജോലി എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. കുറേ പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ പൈസ കൊണ്ട് ഇനി സന്തോഷം കിട്ടുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും? ആ വലിയ ജോലിയെല്ലാം രാജിവെച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന കാണാറ്. ഒരു വലിയ പ്രശസ്തമായ പുസ്തകമാണ് ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാരി എന്ന പുസ്തകം. അപ്പോൾ അതിനകത്ത് ആ വ്യക്തി വളരെ അറിയപ്പെടുന്ന ലോയറായിരുന്നു, വലിയ മാൻഷൻ ഉണ്ടായിരുന്നു, കുറേ സ്വത്തുക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തീരുമാനിക്കുകയാണ്, എനിക്ക് മടുത്തു, പൈസ കുറേ ഉണ്ട്, എനിക്ക് പ്രശസ്തിയുണ്ട്, എനിക്ക് ഇനിയും ജോലി ചെയ്യാൻ സാധിക്കും, പക്ഷേ മണി ഈസ് നോട്ട് ഗീവ് മീ ഹാപ്പിനെസ്. എൻ്റെ പ്രശസ്തിയും എനിക്ക് സന്തോഷം നൽകുന്നില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ച ഒരു ദിവസം അല്ലെങ്കിൽ അദ്ദേഹം ഹിമാലയങ്ങളിലേക്ക് പോവുകയും അവിടെ പോയി എക്സ്പ്ലോറേഷനൊക്കെ നടത്തി കുറേ ജീവസത്യങ്ങൾ മനസ്സിലാക്കി പിന്നീട് തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കഥയാണ്. ഇങ്ങനെ ധാരാളം കഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചോദ്യം ഇതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യണ്ട, എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് ഈ കാര്യം ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ധാരാളം പുസ്തകങ്ങളെല്ലാം അതിനെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന പുസ്തകമാണ്. സിറ്റ്സൺ മെഹാലി എന്ന് പറയുന്ന ഒരാൾ, വളരെ പ്രശസ്തനായ വ്യക്തി, അദ്ദേഹം ഫ്ലോ സ്റ്റേറ്റ് എന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയും അങ്ങനെ ഒരു പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു ഫ്ലോ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുഴുകി ഇരുന്നുകൊണ്ട് ആ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമർ ആയിരിക്കാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് താൻ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അതിൽ നമ്മൾ പുസ്തകങ്ങൾ എഴുതുന്നു. ഇപ്പോൾ ഞാൻ പുസ്തകം എഴുതുമ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് ആളുകൾ എനിക്ക് ഇമെയിലായിട്ടും അല്ലെങ്കിൽ ലെറ്ററായിട്ടും എഴുതാറുണ്ട്, ഈ പുസ്തകം എൻ്റെ ജീവിതത്തെ മാറ്റി. അതല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ വിളിച്ചിട്ട് പറയും, ഓക്കെ, ഈ വീഡിയോ കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതം മാറി, ഈ റൈറ്റ് സമയത്താണ് എനിക്ക് വീഡിയോ കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ ചില ആൾക്കാരെ കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും, ഈ കൗൺസിലിംഗ് കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് വലിയ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ ആ സന്തോഷമാണ് എനിക്ക് ഇനിയും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ് എൻ്റെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരും പറയും എന്നെക്കൊണ്ടൊരു കാര്യവുമില്ല, ഞാൻ എന്തിനായി ഭൂമിയിൽ ജീവിച്ചേക്കുന്നത്, വെറുതെ സമയം കളയാനായിട്ടൊരു ഭാരമായി ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഒരു പക്ഷേ ഈ സന്തോഷമില്ലാത്തവർ. പക്ഷെ ഒരു വളരെ സത്യമായ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെല്ലാവരും ജനിക്കുന്നത് എന്തോ പർപ്പസോട് കൂടിയാണ്. അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇപ്പോൾ യൂണിവേഴ്സിലേക്ക് നോക്കി, യൂണിവേഴ്സിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ആർക്ക് സാധിക്കും? ഇപ്പോൾ നമുക്കറിയാം, ഈ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലേ,
ദാരിദ്ര്യം മുതൽ പട്ടിണി മുതൽ അതുപോലെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണം, പൊള്യൂഷൻ പരിഹരിക്കണം, അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ആൾക്കാരുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ, ഞാൻ യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന കാരണം ഞാൻ യൂണിവേഴ്സൽ ലോയെക്കുറിച്ച് വായിക്കുകയും അതിനെക്കുറിച്ച് പുസ്തകം എഴുതുകയും ചെയ്ത ആളാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യമാണ് എങ്ങനെ സന്തോഷം കണ്ടെത്താം. അപ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെങ്കിൽ എങ്ങനെ എനിക്ക് എന്നിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് യൂണിവേഴ്സ് ഹാപ്പിനെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് റിട്ടേൺ കൊടുക്കുന്നത്, ഇപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ലോ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം പറയുന്നത് നിങ്ങൾ എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ നൽകുന്നത്. ഒരു പ്രശ്നം, ഇപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരാളെയാണ് ആവശ്യം. ആ ആൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആളെ സഹായിക്കാനായിട്ട് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ. അതൊരു നഗ്നമായ, അല്ലെങ്കിൽ അതൊരു അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ പ്രശസ്തരായ ആളുകളെയും അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളെയും ജീവിതത്തിൽ ഒത്തിരി അധികം സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉള്ള ആളുകളെ ഒക്കെ നോക്കി നമുക്കറിയാൻ സാധിക്കും. അവരെന്തോ കാര്യം പോസിറ്റീവായിട്ട് സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പാക്റ്റ്ഫുൾ. ഇപ്പോൾ ഏറ്റവും ധനികനായിട്ടുള്ള ആളെടുത്ത് നോക്കാം. ഇപ്പോൾ ഇലോൺ മസ്ക് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അവരുടെ പ്രൊഡക്റ്റ് കൊണ്ട്, സർവീസ് കൊണ്ട് ഈ ലോകത്തിലുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? വളരെ വലിയൊരു മാറ്റം. ഇപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം സസ്റ്റൈനബിലിറ്റി, ഇപ്പോൾ ഡ്രൈവർലെസ് വെഹിക്കിൾ അല്ലെങ്കിൽ എക്കോ വെഹിക്കിൾസ്, ഇതെല്ലാം ചെയ്യുന്ന വഴി പ്രപഞ്ചത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഭൂമിക്കുണ്ടാകുന്ന, മനുഷ്യനുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് കൊണ്ട്, അല്ലെങ്കിൽ ആ ടെക്നോളജി കൊണ്ട് ഈ ലോകത്ത് എത്രമാത്രം തൊഴിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനുള്ള റിവാർഡാണ് നമുക്ക് കിട്ടുന്ന ഈ സന്തോഷവും പ്രശസ്തിയും പണവുമെല്ലാം. അപ്പോഴാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായി സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ ലോകത്തിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും ഒരു പർപ്പസിന് വേണ്ടി ജനിക്കുന്ന ആളാണ്. ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ഈ മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നതിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു സൃഷ്ടികർമ്മം നിർവഹിക്കുക. നിർബന്ധമൊന്നുമില്ല, ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞ് ആ മനുഷ്യനുണ്ടാക്കണം. ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസിൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മനുഷ്യന് ഭൂമിക്ക് ആവശ്യമില്ല, അല്ലേ? ഒരു മനുഷ്യനൊരു കുഞ്ഞിനെ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ആവശ്യമില്ല. പിന്നെ പ്രപഞ്ചത്തിൽ വേണ്ടത് ഇയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തീരുക, ഈ മണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നാൽ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരണം. അപ്പം അവിടെ ഒരു എസ്കേപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്, രണ്ടാമത് യൂണിവേഴ്സിൻ്റെ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള മേജർ ഗോളുണ്ട്. അതെന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ പർപ്പസ് കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സാമൂഹിക സേവനമായിരിക്കാം, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായിരിക്കാം, നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാകുന്നതായിരിക്കാം, പ്രഭാഷകനാകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് കോൺട്രിബ്യൂഷനാണ് നിന്നെക്കുറിച്ച് ഈ പ്രപഞ്ചം ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെസ്റ്റിനി നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല എന്നെക്കൊണ്ടൊരു കാര്യമില്ല, എനിക്കൊന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ പ്രപഞ്ചത്തോടുള്ള ഒരു അവഗണനയാണ്. എന്നാൽ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളതൊരു യാഥാസ്ഥിതികമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്, എനർജി വിശ്വസിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു സയൻസ് ഉണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോസ്മിക് പവർ എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ അതിനൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അവിടെയാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഫോമുലയൊന്നും പറയാനായിട്ട് എനിക്കും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇഷ്ടപ്പെട്ടത് ചെയ്തുകൊണ്ടേ. ഇപ്പോൾ സംതൃപ്തി കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവെ റിലേഷൻഷിപ്പിൽ ആകുന്ന ആളോട് പറയാറുണ്ട്, അപ്പോൾ ചോദിക്കും ഈ റിലേഷൻഷിപ്പ് എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ, നിങ്ങൾക്ക് നല്ല സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കുകയാണോ, ഈ ബന്ധം ഇപ്പോൾ നല്ല സന്തോഷമുള്ളതുകൊണ്ട് ഇനിയും എനിക്ക് ജീവിതകാലം മൊത്തം ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള ഫീലിംഗ് ഉണ്ടാകാറുണ്ടോ? അപ്പോൾ അതാണ് സിറ്റ്സൺ മെഹാലി പറയുന്നത് ഫ്ലോ സ്റ്റേറ്റ്. ഇപ്പോൾ ഇക്കിഗായ് എന്ന പുസ്തകമാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ.
നിങ്ങൾക്ക് ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇക്കിഗായ് എന്ന പുസ്തകം വായിക്കുക. അതിൽ പറയുന്ന ഒരു ഭാഗത്ത് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ് ടക്കുമീസ്. ടക്കുമീസ് എന്ന് പറയുന്നത് ടൊയോട്ട കമ്പനിയിലെ ഒരുതരം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവിടെ വരുന്ന എല്ലാ ടൂൾസും അവരുടെ കയ്യിലൂടെ കടന്നു പോയിട്ടാണ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ അവരൊരു വലിയ റൂമുണ്ട്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് എല്ലാം ഈ ഇവിടെ പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും നിർബന്ധമായിട്ടും അവിടെ പോകുന്നുണ്ടെങ്കിൽ ടൊയോട്ട കമ്പനിയിൽ പോയി ടക്കുമീസിനെ കാണുന്നത് പ്രാക്ടീസ് ഉണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടക്കുമീസിന് മുറിയിലിരിക്കും. അവർ ഈ ജോലി ചെയ്യുമ്പോൾ ഈ ക്രാഫ്റ്റ് പോലെയാണ് ഇവരുടെ ഈ ടൂൾസെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈൻ ചെയ്യുമ്പോൾ അവരൊരു ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുകയാണ്. അപ്പോൾ അവർ താളാത്മകമായി ആ ജോലി ചെയ്യുന്നു. ചുറ്റും നടക്കുന്നൊന്നും അവരെ സംബന്ധിച്ച് ഒന്നും ബാധിക്കുന്നില്ല. അത് മുഴുകിയിരുന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പലരും ഗാനം ആലപിക്കുമ്പോൾ അല്ലേ, അവർ മുഴുകിയിരുന്ന് അങ്ങ് ആലപിക്കുക. അപ്പോൾ അത്ര ലയിച്ചിരുന്നാണ് ചെയ്യുന്നത്. അതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ നേടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാര്യം നേടണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ കാര്യം വേണമെന്ന് ആഗ്രഹിക്കും, എനിക്ക് ധനികനാകണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ആ ആഗ്രഹിക്കുന്ന ആ പ്രോസസ്സിൽ അവർ ഒരു ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അതെയോ അവർ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണോ, എന്നെ ആഗ്രഹിച്ച് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അത് മറ്റവനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം പർപ്പസിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നെഗറ്റീവായ ഇമോഷൻസിനെ എല്ലാം മാറ്റി വയ്ക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നെഗറ്റീവായ തോട്ട് എപ്പോൾ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്രോസസ്സ് കണ്ടെത്താനുള്ള ജേർണിയിൽ കടന്നു വരുന്നോ അപ്പോൾ ആ സ്റ്റേറ്റ് നഷ്ടപ്പെടും, ആ ഫ്ലോ സ്റ്റേറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിന് ഏറ്റവും എക്സാമ്പിൾ ടിപ്പിംഗ് ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. പൗലോ കോയിലോ ആൽക്കമിസ്റ്റ് എന്ന നോവൽ ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഈ സാന്റിയാഗോ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒന്തൂരം പ്രശ്നം ഉണ്ടാകുമെന്നറിയാമോ? അവിടെ ഇടിവെട്ടുണ്ടാകുന്നു, കൊള്ളക്കാർ വരുന്നു, മോഷണം വരുന്നു, പിന്നെ പ്രകൃതിയുടെ ദുരന്തം, മനുഷ്യൻ്റെ ദുരന്തം, പറ്റിക്കപ്പെടൽ. ഇവിടെയൊന്നും ആളൊരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പറയുന്നതായിട്ട് നാം കാണുന്നില്ല. ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? എനിക്ക് ആ നിധി കണ്ടെത്തണം. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരനെ പ്രണയിനിയെ കണ്ടെത്തുന്നു. പക്ഷെ അതുപോലെ നഷ്ടപ്പെട്ടുവെങ്കിലും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ആ നിധി കണ്ടെത്തണം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സും ഒരു തോട്ട്സും വരുന്നില്ല, ഫ്ലോ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ പർപ്പസ് കണ്ടെത്താനുള്ള യാത്രയിൽ നെഗറ്റീവായ ഇമോഷൻസിനെല്ലാം മാറ്റി വയ്ക്കേണ്ട ആവശ്യമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നെഗറ്റീവായ ഇമോഷൻസ് നമ്മൾ എൻ്റർടൈൻ ചെയ്തു പോയാൽ, സംശയം എൻ്റർടൈൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഇമ്മേഴ്സ്ഡ് ആണ്. ഇപ്പോൾ എങ്ങനെ കണ്ടെത്താൻ പറ്റുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻ്റെ കഴിവിനെ ഞാൻ എങ്ങനെ കണ്ടെത്തും? എൻ്റെ പർപ്പസിനെ ഞാൻ എങ്ങനെ കണ്ടെത്തും? കുറേ ആളുകൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു കോളായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനായിട്ട് വരാറുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നാം മനസ്സിലാക്കും നാം ഇതിൽ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ പല ആളുകളും ചെയ്യാൻ തയ്യാറാകില്ല. ചില ആൾക്കാർ ബിസിനസ് ചെയ്യാമെന്ന് ആഗ്രഹിക്കും, പക്ഷേ അവർ റിസ്ക് അല്ലെങ്കിൽ നഷ്ടം വരും, ചെയ്യില്ല. പുസ്തകം എഴുതാമെന്ന് ആഗ്രഹിക്കും, പുസ്തകം അത് എഴുതാൻ മടി. അല്ലെങ്കിൽ ഒക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കോഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതെല്ലാം വിചാരിക്കുന്ന മാത്രമേ ഉള്ളൂ, പക്ഷേ ആരും ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. അത് ചെയ്ത് ചിലപ്പോൾ പരാജയപ്പെടുമായിരിക്കും. ചെയ്ത് ഇതിന് ട്യൂണിംഗ് എന്ന് പറയുമല്ലോ, ട്യൂണിംഗ്. ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ലോയാണ് ദ ലോ ഓഫ് വൈബ്രേഷൻ. പല ഫ്രീക്വൻസിയിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കണികകളും എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്നത് ലോ ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അത് എന്താണോ ആഗ്രഹിക്കുന്നത്, മേ ബി ഞാനൊരു കാറായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രത്യേക പൊസിഷനായിരിക്കും ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിയായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും യൂണിവേഴ്സിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നാം വൈബ്രേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ തോട്ട്സ് നാം ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ ആ ലക്ഷ്യമോ അതിൻ്റെ യൂണിവേഴ്സൽ ഫ്രീക്വൻസിയുമായിട്ട് ട്യൂൺ ചെയ്യുമ്പോഴാണ് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊരു നെറ്റ് എന്ന് പറയും. സിംപ്ലി നമ്മൾ യൂണിവേഴ്സിൽ നെറ്റായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിൽ ഒരു കണികയാണ് നാം ആഗ്രഹിക്കുന്ന കാര്യവും വേറൊരു കണ്ണിയാണ്. അപ്പോൾ ഈ കണ്ണിയിൽ നാം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നാം ആ വൈബ്രേഷൻ എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ണിലൂടെ പോയി നാം ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് എത്തുകയും അത് നമ്മിലേക്ക് എത്തുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു തോട്ടാണ് യൂണിവേഴ്സൽ ലോയിൽ ഇതുള്ളത്. അപ്പോൾ നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ്, നമ്മൾ വളരെ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ജീവിതമാണ് ജോലി, ജോലിയാണ് ജീവിതം. രണ്ടും രണ്ടായിട്ട് സങ്കല്പിച്ചുള്ള ജീവിതം ഏറ്റവും നിരാശജനകമായിരിക്കും. ഈ ലോകത്തിൽ പല പുസ്തകങ്ങളിൽ അകത്ത് പറയും, കാണേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ
ആ ജീവിതം സന്തോഷകരമല്ലായിരിക്കും. എന്ന് വെച്ച് നമ്മുടെ ജോലി വീട്ടിൽ പോയി ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്രമാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഞങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആ ഒരു മിഷനാണ്. അധ്യാപനം എന്നുള്ള അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ ആളുകളുടെ ജീവിതത്തെ മാറ്റുക. ഇപ്പോൾ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ട്? ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് ആർക്കെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകും. ഒരു ചെറിയ ഗുണം പോലും ചെയ്യാൻ കഴിയാത്ത ആരും ലോകത്തിലില്ല. അപ്പോൾ ഞാൻ പൊതുവേ ഈ ഒരു ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താനുള്ള എക്സസൈസ് ഞാൻ വർക്ക്ഷോപ്പായിട്ട് ചെയ്യാറുണ്ട്. 1 ഡേ വർക്ക്ഷോപ്പായിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വരുന്ന ആളുകൾ, കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് ഹാപ്പി അല്ല, ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പോൾ എങ്ങനെ എനിക്ക് എൻ്റെ പർപ്പസ് കണ്ടെത്താൻ സാധിക്കും? അപ്പോൾ നമ്മൾ ഒരു വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്, വാട്ട് യു ലവ് ടു ഡു. നിങ്ങൾക്ക് ഏറ്റവും ഇത് ഞാൻ ഒരു പ്രൊഫഷണൽസിന് ട്രെയിൻ ചെയ്യുമ്പോൾ, കാരണം നമുക്ക് സന്തോഷമുള്ള കാര്യം മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫോർമുലയാണത്. അതിനകത്ത് വാട്ട് യു ലവ് ടു ഡു, ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾക്കത് ചെയ്യാൻ വളരെയധികം താല്പര്യമാണ്. വാട്ട് യു ലവ് ടു ഡു. രണ്ടാമത്തെ ചോദ്യമാണ്, ആർ യു സ്കിൽഡ് ഇൻ ഇറ്റ്. ആ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ? അപ്പോൾ നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ അത് സ്കില്ല് നിങ്ങൾക്കുണ്ടോ? രണ്ടാമത്തെ ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതിന് സ്കില്ലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തയ്യാറാണോ? ഇപ്പോൾ എഴുത്തുകാരനാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, പക്ഷേ നിങ്ങൾക്ക് അത് എഴുതാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിവ് ആർജിക്കാനായിട്ട് ശ്രമിക്കാൻ സാധിക്കുമോ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം നിങ്ങൾക്ക് ജീവിക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇമ്പാക്റ്റ്ഫുൾ ആണെങ്കിൽ, അതാണ് മൂന്നാമത്തെ കാര്യം, വാട്ട് ദ വേൾഡ് നീഡ്സ്. ഈ ലോകത്തിന് എന്താണ് ആവശ്യം? നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ ഭൂമിക്കോ തന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയർ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, മറൈൻ എഞ്ചിനീയർ, അദ്ദേഹം ചെയ്യുന്ന ജോലി ചിലപ്പോൾ ഒരു സമുദ്രത്തെ സംരക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ആളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എന്താണ് നമ്മുടെ ലോകത്തിന് ആവശ്യമുള്ളത്? ഈ 3 കാര്യം കൂടി നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്യും. ചില ആൾക്കാർ 2, 3, 4 കാര്യങ്ങളുണ്ടാവും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് വാട്ട് യു ലവ് ടു ഡു, വാട്ട് യു ആർ സ്കിൽഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, വാട്ട് യു പെയ്ഡ് ഫോർ. ഈ 4 കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷനാണ് യഥാർത്ഥത്തിലുള്ള പർപ്പസ് എന്ന് പറയും. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആളുകൾ ജീവിക്കുന്നത് ബ്ലൂ സോൺസിലാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒക്കിനാവ എന്ന ഐലൻഡ് ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് എന്താണെന്നറിയാമോ? അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ദേ ആർ വേച്ചിങ് അപ്പ് വിത്ത് എ പർപ്പസ്. അവർക്കൊരു കാരണമുണ്ട് എഴുന്നേൽക്കാൻ. എനിക്കിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന കാര്യം ചെയ്യണം. അപ്പോൾ അതാണ് അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാനുള്ള മോട്ടിവേഷൻ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട്, പക്ഷെ പല ആൾക്കാർ എന്നോട്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾ എന്നോട് പറയാറില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജിയാണെന്നാണ്. അതൊരു സത്യമായിട്ടുള്ള 90% ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നത് നെഗറ്റീവ് എനർജിയോടുകൂടിയാണ്. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പലപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാമായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടബോധങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആവലാതി ഉത്കണ്ഠ എല്ലാമായിരിക്കാം നാം പൊതുവെ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലേ? എപ്പോഴും സന്തോഷമുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഓർക്കാറില്ല. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നത് വറിയായി ചെയ്യാനുള്ള ആങ്സൈറ്റി ആയിട്ടുള്ള വിഷമങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഈ രാത്രി മൊത്തം പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് ഇതാണ്. ഈ രാത്രി പകല് ചിലപ്പോൾ ജോലി ചെയ്യാതിരിക്കാം, പക്ഷേ ഈ രാത്രിയാണ്, ഉറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള ബ്രെയിനിൻ്റെ റിപ്പയറിങ്, ബോഡി റിപ്പയറിങ്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അപ്പോൾ ഈ ഉറക്കത്തെ തൊട്ട് മുമ്പും എഴുന്നേൽക്കുന്ന തൊട്ട് മുമ്പും തീറ്റ വേവ്സ് വളരെ സജീവമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്തിട്ടിൽ വരുന്നു, അത് സെഡിമെൻ്റായി അതിങ്ങനെ രാത്രി ഉയർന്നു വന്ന് അതാണ് നമ്മുടെ പ്രഭാതത്തിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലതോ ചീത്തയായിട്ടുള്ള ചിന്തയായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പോസിറ്റീവ് എന്തെങ്കിലും കാര്യം, ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നാമങ്ങൾ ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട്, പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പോസിറ്റീവ് എനർജിയോടെ എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ 90% ആൾക്കാരും രാവിലെ എഴുന്നേൽക്കുന്ന ചിന്ത സെഡിമെൻ്റായിട്ടുള്ള തോട്ടം തൊട്ട് നെഗറ്റീവായിരിക്കും. കാരണം ഇതാണ്, ഒന്ന് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തൊട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറി തൊട്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചാണ് കിടക്കുന്നത്, ഇതാണ് ശരിക്കും രാത്രി പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പർപ്പസിനെ ചിന്തിക്കുന്ന ആൾക്ക്
അദ്ദേഹം അതിനകത്ത് ഹാപ്പി ആയിരിക്കും. നാളെ എനിക്ക് ഈ മനോഹരമായ കാര്യം ചെയ്യണം, അതുകൊണ്ട് ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സമൂഹത്തിലെ മാറ്റം, ഇതെല്ലാം കണ്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഉറങ്ങുന്നയാൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് അത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിൽ. ദ റീസൺ ഫോർ വേക്കിംഗ് അപ്പ് എവറി മോർണിംഗ്, ഇതാണ് പറയുന്നത്. എല്ലാ ദിവസവും എഴുന്നേൽക്കാനുള്ള കാരണം എന്താണ്? രാവിലെ എഴുന്നേറ്റ് ചായക്ക് എനിക്ക് ജോലിക്ക് പോകണമെന്ന് ചിന്തിച്ച് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം എന്നുള്ള ചിന്തയോടുകൂടി അതെയോ ഇന്നും ഓഫീസിൽ പോകണമല്ലോ, അല്ലെങ്കിൽ ശനി ഞായറും കഴിയുമ്പോൾ വിചാരിക്കുമോ ഈ വീക്കെൻഡ് കഴിഞ്ഞ് അടുത്ത ആഴ്ച വീണ്ടും ഓഫീസിൽ പോകണമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരിക്കും ഒരു ജീവിതം മാത്രമല്ലേ ഉള്ളൂ. ഒരു ജീവിതം കൂടി വന്ന് 70-80 വയസ്സിൽ നമ്മൾ ജീവിക്കുകയുള്ളൂ. ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം ഞാൻ ചെയ്യുകയും അത് ചെയ്തിട്ട് റിസൾട്ട് കാണുകയും അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ എനിക്ക് എല്ലാത്തിനെയും മറക്കാൻ സാധിക്കും. എനിക്ക് പിന്നെ അന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ പൈസ കിട്ടിയില്ലെങ്കിലോ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് അത്തരമൊരു ഇമ്പാക്റ്റിലൂടെയാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അവരതിലേക്ക് എത്തുന്നതിന് അവർക്ക് അവരുടെ മടി വലിയ തടസ്സമാവുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ മടിയുള്ള ആളുകളുണ്ട്. അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു അലസത, ലേസിനെസ്, മടി, ഇതെന്തുകൊണ്ടാണ്? അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അഭിമുഖീകരിക്കുന്ന കാര്യം. കാരണം അതിനകത്ത് അൺനാച്ചുറലായിട്ടൊന്നുമില്ല. കാരണം ബ്രെയിൻ ബൈ ഡിഫോൾട്ട് ഈസ് എ മടിയൻ. ബ്രെയിനിന് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ബ്രെയിൻ സംബന്ധിച്ച് കംഫോർട്ടായിട്ടിരിക്കുക. അതിന് പുതിയ കാര്യം ബൈ ഓട്ടോ പൈലറ്റ് ഇറ്റ് ഈസ് ഡൾ എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ ബ്രെയിൻ പറയും വേണ്ട, അതൊന്നും ചെയ്യണ്ട. അപ്പോൾ ശരീരവും അതാണ് ആ ഒരു ഡിഫോൾട്ട് സിസ്റ്റം. അതാണ് പുതിയ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു ബുക്ക് എഴുതണം പുതിയതായിട്ട്, പുതിയൊരു കോഴ്സ് ചെയ്യണം, അതാണ് നിങ്ങളുടെ പുതിയ ആഗ്രഹം. നിങ്ങൾ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സയൻസ് ഇതിനകത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയും വിഷ്വലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹം, അല്ലെങ്കിൽ പുതിയ കോഴ്സ് ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ പുതിയ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹം, നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടുള്ള മടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ചെറുതായിട്ടൊന്ന് സ്വപ്നം കാണാമോ? അത് ഞാൻ ആ കാര്യം ചെയ്യുന്നതായിട്ടും അതിൽ അച്ചീവ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സയൻസിലുണ്ട്, RAS. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു മിറർ ന്യൂറോൺസ് ഉണ്ടാകുകയും അതുവഴി നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷ്വലൈസേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ എന്തുകൊണ്ടാണ് സത്യമാകുന്നതിൻ്റെ കാരണം പല സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് സയൻസ് ഉണ്ട്. ഇപ്പോൾ ന്യൂറോ സയൻസ് ആയിട്ട് അത് വരുന്നത്. ഇപ്പോൾ കൊഗ്നിറ്റീവ് പ്രൈമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവഞ്ച്വലി നമുക്കത് കുറേ നാൾ ചിന്തിക്കാൻ പറ്റില്ല. കുറേ നാൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചെയ്യാനായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമുക്കൊരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ഉൾപ്രേരകം ഉണ്ടാവും. അതുകൊണ്ട് പറയാം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് വിഷ്വലൈസ് ചെയ്യാമോ? എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്നതായിട്ട്. പുസ്തകം എഴുതുന്ന ആൾ എന്ത് ചെയ്യണം? തൻ്റെ പുസ്തകം ലോഞ്ച് ചെയ്തതായിട്ടും പുസ്തകം ആൾക്കാർ മേടിക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ധനികൻ ആഗ്രഹിക്കുന്ന ആൾ പണം കുറേ ഉണ്ടാകുന്നു, അത് മറ്റുള്ളവർക്കെല്ലാം ചാരിറ്റി പ്രവൃത്തി ചെയ്യുന്നതോ അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നതായിട്ട് വിഭാവനം ചെയ്യുക. അല്ലെങ്കിൽ വലിയ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾ ആ വലിയ ജോലിയിലായിരിക്കുന്ന പൊസിഷനിലായിരിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതൊരു സയൻസ് കൂടിയാണ്. പലർക്കും ആ സയൻസ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം നമ്മുടെ ഈ ശരീരം മൊത്തം പ്രവർത്തിക്കുന്ന ന്യൂറോ സയൻസാണ്. ന്യൂറോ നെറ്റ്വർക്കിംഗ് പാത്വേസ് ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അത് അങ്ങനെ പോകത്തുള്ളൂ. ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എളുപ്പമല്ല. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കുറേ കല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും? ആ കല്ലുകളിലൂടെ മാത്രമേ വെള്ളം ഒഴുകിപ്പോളൂ. അല്ലെങ്കിൽ ഒരു പാത്ത് അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പാടത്ത് വെള്ളം വരുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഇതിലൂടെ പോകുന്നത് എവിടെയെല്ലാമാണ് തോടുള്ളത് അതിലൂടെ ഒഴുകി പോകത്തുള്ളൂ. ഇത് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഒരു ന്യൂറോ നെറ്റ്വർക്ക് പാത്വേ ആയിട്ട് ബ്രെയിനിൽ നിർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ടൊരു പുതിയ കാര്യം ചെയ്യാൻ ആലോചിക്കുമ്പോൾ എന്ത് പറയും? അങ്ങനെ പോവും. പണ്ടൊരു കാര്യം ചെറുപ്പത്തിൽ നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ നെഗറ്റീവായിട്ടാണ് ഒപ്പീനിയൻ കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായി പ്രസംഗിക്കാൻ പോയ ആൾ ആദ്യം ബബ അടിച്ച് നിന്നു. പിന്നെ അദ്ദേഹം ചിന്തിക്കുന്ന എന്തായിരിക്കും? എന്നെ ഒന്നും പ്രസംഗിക്കാൻ കൊള്ളത്തില്ല, ഇനി പ്രസംഗിച്ചാൽ ഞാൻ നാണം കെടും. അല്ലെങ്കിൽ ആദ്യമായൊരു മത്സരപരീക്ഷ തോറ്റുപോയി, അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇനി പരീക്ഷ എഴുതണ്ട. അപ്പം അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പേരൻസോ അല്ലെങ്കിൽ സൊസൈറ്റിയോ കളിയാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടുണ്ടാകാം.
അപ്പം അങ്ങനെയെല്ലാം ഇതിനെ പറഞ്ഞ സോഷ്യൽ കണ്ടീഷനിങ് എന്നാണ് ഓഷോ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ ഓഷോ ഒക്കെ പറയുന്നത് സോഷ്യൽ കണ്ടീഷനിങ് ഫോമൽ എഡ്യൂക്കേഷനുമാണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റ്യൂറ്റീവ് പവറിനെ നശിപ്പിക്കുന്നതെന്ന്. മനുഷ്യനെല്ലാവരും ജനിക്കുന്നത് ഈ പറയുന്ന പർപ്പസ് ചെയ്യാൻ വേണ്ടിയും സുപ്പീരിയർ പവറുമായിട്ടാണ് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷേ മനുഷ്യന് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ്റെ ട്രെയിനിങ് ആണ് സമൂഹം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം, ഇതേപോലെ നിങ്ങൾ ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഫോമൽ എഡ്യൂക്കേഷനും സോഷ്യൽ കണ്ടീഷനിങ്. സോഷ്യൽ കണ്ടീഷൻ പേരൻസും സമൂഹവും അധ്യാപകരും പുസ്തകങ്ങളും എല്ലാം ഒരു കണ്ടീഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ പോകാനായിട്ടാണ് ഒരു പാരലൽ പാത്ത്, ഒരു നേരായ വഴിയിലൂടെ അങ്ങനെ പോകാനായിട്ടാണ് മനുഷ്യൻ്റെ ചിന്തയും ബ്രെയിനും എല്ലാം. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും കോടീശ്വരനാകാത്തത്, എന്തുകൊണ്ട് എല്ലാവരും വിജയിക്കാത്തത്, എന്തുകൊണ്ട് എല്ലാവരും സന്തോഷം കിട്ടാത്തത്? കാരണം സന്തോഷമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നു, പണമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നു. വെറും 1% ആൾക്കാർക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള പർപ്പസ് കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ റിച്ച് ആകാൻ സാധിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഫേമസ് ആകാൻ സാധിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിലുള്ള കണ്ടംപ്റ്റും ഒപ്പം തന്നെ മൈൻഡ്ഫുൾനെസ്സും എൻലൈറ്റ്മെൻറ്റും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം അവർ ഡിഫറൻ്റായി കാര്യങ്ങൾ ചെയ്യുകയാണ്. ദേ ആർ ഡൂയിങ് തിങ്സ് ഡിഫറെൻ്റ്ലി. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ന്യൂറോ നെറ്റ്വർക്ക്സും ന്യൂറോ പാത്വേസും പഴയ രീതിയിൽ കിടക്കുന്നുണ്ട്. ആൾക്ക് എപ്പോഴും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനുമേ തോന്നുകയുള്ളൂ. അപ്പോൾ ഇതിനെ പറയുന്നത്, ഇപ്പോൾ സയൻസിൽ നമ്മൾ പറയുന്നത് പാരഡിയം എന്ന് പറയും. പാരഡിയം എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നുള്ള. കാരണം ഈ വിജയിക്കാത്ത ആളുകൾക്കെല്ലാം മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ലിമിറ്റിംഗ് ബിലീഫ് സ്ക്രിപ്റ്റ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ശരിയാകില്ല എന്നുള്ളതോ, ഈ ആദ്യം പറഞ്ഞ ഭയം ഉൾപ്പെടെ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ എനിക്കതിന് കഴിയുമോ, ഇതെല്ലാം മനുഷ്യനക്ക്. ഇപ്പോൾ ജെൻ സിൻസർ എഴുതിയ പുസ്തകമാണ് ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ. അപ്പോൾ അതിനകത്ത് പറയുന്നത് മനുഷ്യൻ ശരിക്കും ഒരു സൂപ്പർ നാച്ചുറലായിട്ട് ആൾ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പർപ്പസ് ഇല്ലാത്ത ആരും ഭൂമിയിലില്ല. ഹൈ പർപ്പസോടുകൂടി മനുഷ്യൻ ജനിക്കുന്നത്. പക്ഷേ അത് കണ്ടെത്താനായിട്ട് ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ബ്രേക്ക് ചെയ്യണം. മനുഷ്യൻ ജനിക്കുന്നത് പർപ്പസോടു കൂടിയാണ്, അത് ചെയ്യാൻ വേണ്ടിയേ ജനിക്കുന്ന മനുഷ്യൻ. പക്ഷേ പല ആൾക്കാരും സൃഷ്ടികർമ്മം എന്ന് പറയുന്ന കുഞ്ഞിനെ ഉണ്ടാക്കിയ ശേഷം പിന്നെ ഒരു മനുഷ്യ ജന്മമായി ജീവിച്ച് തീർക്കുകയാണ്. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അങ്ങനെ പർപ്പസ് കണ്ടെത്തി ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ സ്റ്റെപ്പാണെങ്കിലും അത് ചെയ്യുക. ഞാൻ എപ്പോഴും സിമ്പിളായി പറയുന്ന എക്സാമ്പിളാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ജഡത്വം എന്ന സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു സാധനം അതിൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിനെ ടച്ച് ചെയ്യാത്തിടത്തോളം കാലം, മൂവ് ചെയ്യാത്തിടത്തോളം കാലം അത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷെ എപ്പോഴും എന്നെ സംബന്ധിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിലും എൻ്റെ ക്ലയൻറ്റുകളുടെ എക്സ്പീരിയൻസിലാണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾ ആദ്യത്തെ പേജ് എഴുതുക. ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ കടന്നുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതങ്ങനെ അല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ എളുപ്പമാണല്ലോ, ഒന്നും ചെയ്യേണ്ടത് കട്ടിലയിൽ ചാരിയിരുന്നോ അല്ലെങ്കിൽ കിടന്നോ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇത് പലർക്കും അറിയുമെന്നല്ല, ഫിനോമിനലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് എഴുതുക എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ എഴുതുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. എനിക്ക് 2008 നടന്നൊരു സ്റ്റഡിയാണത്. അതിനകത്ത് കുറേ ആളുകളെ പഠിച്ചു. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതുന്ന ആളുകൾ, അതിനകത്ത് കണ്ടത് എഴുതുന്ന ആളുകളിൽ 44% ആൾക്കാരും അത് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് എഴുതില്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇപ്പോൾ അടുത്ത വർഷം ഞാൻ എൻ്റെ ആഗ്രഹം 10 കിലോ കുറയ്ക്കണം, 10 കിലോ എനിക്ക് കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഒരു പുതിയ കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത വർഷം എൻ്റെ സാലറി അല്ലെങ്കിൽ ഇൻകം ഇത്ര കൂട്ടണം. ആ ആഗ്രഹിച്ച കാര്യത്തെ ആൾ ഒരു പേപ്പറിലോ ഡയറിയിലോ എഴുതി വെച്ചു. എല്ലാ ദിവസവും എഴുതിയില്ല, ഒരു ദിവസം അന്ന് എഴുതി വെച്ചു. ആ എഴുതിയിൽ 44% ആളുകളും അത് അച്ചീവ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ 1 വിഷ്വലൈസ് ചെയ്യുക, 2 എഴുതുക, പിന്നെയാണ് ആക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാത്ത കാര്യം ഒരിക്കലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ലോകത്തിലെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒരിക്കലെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി കോളേജിലിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ച സമയത്ത് അവർ ചിന്തിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടാക്കണമെന്ന്. മനസ്സിലാണ് എല്ലാം ഉണ്ടാകുന്നത്. മനസ്സിലുണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും റിയാലിറ്റിയായി ഉണ്ടാകാൻ സാധിക്കില്ല. ഇഫ് യു കനോട്ട് ഇമാജിൻ യു കനോട്ട് റിയലൈസ് ഇറ്റ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ആ പർപ്പസ് കണ്ടെത്താനായിട്ട് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യത്തിലേക്ക് എത്തുകയും അത് പിന്നീട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമാണ്. ഇനിയിപ്പോൾ പലർക്കും പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ജോലി ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടൊന്നും പുതിയ കാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പൊതുവെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ മണാലി ശ്രീനഗർ ട്രിപ്പ് പോയ സമയത്ത് യാദൃച്ഛികമായിട്ടൊരു പയ്യനെ കണ്ടുപിട്ടി. എനിക്ക് 20 വയസ്സ് മാത്രമേ ഉള്ളൂ. നല്ലൊരു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്
പാസ്സായ ആളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഫിലിം എഡിറ്റിംഗാന്ന് പറഞ്ഞു. അപ്പോൾ നീ ബിടെക് എന്തൊക്കെയല്ലേ ചെയ്തേ? അപ്പോൾ ശരി, ഞാനതൊക്കെ ചെയ്തു, എനിക്ക് പ്ലേസ്മെൻറ്റ് നല്ല കമ്പനിയിൽ കിട്ടി, നല്ല ശമ്പളത്തിൽ കിട്ടി. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കോളേജിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫിലിം എഡിറ്റിംഗ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഫിലിം എഡിറ്റിംഗ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ കോളേജിലുണ്ടായ സമയത്ത് ഞാൻ ഏകദേശം 18 ക്ലബ്ബുകളിലെ മെമ്പറായിരുന്നു. വിമൻസ് ക്ലബ്ബ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലബ്ബിലും മെമ്പറായിരുന്നു. വിമൻസ് ക്ലബ്ബിൽ മെമ്പർ അല്ലെങ്കിൽ ഞാൻ അവിടെ ക്ലാസ് കേൾക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചത് BSc കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, എനിക്കെന്തോ കെമിക്കൽ ഫോമിലൊന്നും അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഞാൻ എനിക്ക് ലാബിലെ ടെസ്റ്റിലൊന്നും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ മുമ്പിലുള്ളതെന്ന് വെച്ചാൽ എന്താണ് കണ്ടെത്തുക. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ക്ലബ്ബിലും ജോയിൻ ചെയ്യാൻ കാരണം ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ ഒരു ഗ്രേസ് മാർക്കേ ഉള്ളൂ. ഇപ്പോൾ NCCയിലും NSSലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് ഞാൻ. പക്ഷെ ഒരു ഒരെണ്ണത്തിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്കിൽ എന്താണ്. ശരിക്കും അതൊരു എക്സ്പ്ലോറേഷനായിരുന്നു. കോളേജിൽ പഠിച്ച ആ 3 വർഷവും എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഏരിയ ഏതാണെന്നുള്ളത്. കുറേ ആൾക്കാർ ഞാൻ പുസ്തകം മിക്ക സമരങ്ങളുണ്ടാകും കോളേജിൽ. സമരം ഉണ്ടാകുമ്പോൾ എല്ലാവരും അവിടെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഇരിക്കും. ഞാൻ പക്ഷേ എൻ്റേതായ കുറേ എക്സ്പ്ലോറേഷൻ ഒന്ന് ക്ലബിൻ്റെ ആക്ടിവിറ്റിക്ക് പോകും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോകും. വളരെ തന്നെ കളിയാക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നും എൻ്റെ കൂട്ടുകാർ പലരും പറയും മടുത്തു. കുറേ ആൾക്കാരൊക്കെ ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരൊക്കെ വളരെയധികം പൈസയൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു എന്ത് ചെയ്യാനാണ്, നീ എനിക്ക് ഫ്രീ ആകുമ്പോൾ പറ, നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അവർക്ക് പലർക്കും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത്. പക്ഷേ എനിക്ക് ആ വളരെ യങ് സ്റ്റേജിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തെ കണ്ടെത്താൻ സാധിച്ചു. കാരണം ഞാൻ അത്രയും ട്രൈ ചെയ്തു, അത്രയും ഫെയിലായി. ആ ഫെയിലിയറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ശരിയാണ്, യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് സമൂഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തയ്യാറാണോ? ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 99 സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഈ ഒരു ഇൻവിസിബിളായിട്ടുള്ള പവർ, ഇൻവിസിബിളായിട്ടുള്ള എനർജി സോഴ്സ് നമ്മിലേക്ക് വരികയും അത് നമ്മൾ ചെയ്തിരിക്കുകയും ചെയ്യും. ശരിക്കും അതൊരു പലരും പല രീതിയിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയും, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. പക്ഷേ അത് വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്ത് നമുക്ക് അതിന് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്ക് സന്തോഷവും ഹാപ്പിനെസ്സും, അത് നമുക്ക് ഈ ഭൂമി ജീവിച്ചതിന് എനിക്കെന്തോ അർത്ഥമുണ്ടായി എന്ന് പലപ്പോഴും. ഇപ്പോൾ എനിക്കൊക്കെ ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി വേദനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കൊക്കെ വിഷമം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒന്ന് കൂടി ഇൻസൈറ്റ്ഫുള്ളായിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജീവിത പാഠങ്ങളാണ് എനിക്ക് ഇന്ന് പഠിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിളിൽ മനോഹരമായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് അമോർ ഫാറ്റി. അപ്പോൾ പല ആൾക്കാർ എൻ്റെ വിധി എന്ന് പല ആൾക്കാരും പറയും. അപ്പോൾ ഈ അമോർ ഫാറ്റി എന്ന പ്രിൻസിപ്പിൾ സത്യം പറഞ്ഞാൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാജഡി എല്ലാം നിങ്ങളാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നഷ്ടം വന്നു, അല്ലെങ്കിൽ ഒരു കടബാധ്യത വന്നു, അല്ലെങ്കിൽ ബന്ധം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചു, കളിയാക്കം സംഭവിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കണം എൻ്റെ ജീവിതം തീർന്നു, എനിക്ക് ഈ ഗതി വന്നുവല്ലോ. ഈ കൺസൾട്ടേഷൻ വരുന്ന ആൾക്കാരിൽ 99% ആൾക്കാരും അവിടെ വേദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ചിലർ ഞാൻ വളരെ ശുദ്ധനായിട്ടുള്ള ആളായിരുന്നു, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല, എനിക്കിത് ഗതി വന്നല്ലോ. പക്ഷെ സത്യത്തിൽ അതല്ല. സത്യത്തിൽ നമ്മെ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാക്കാനും നമ്മുടെ ജീവിതത്തിൽ പർപ്പസിലേക്ക് ഗൈഡ് ചെയ്യാനുമായിട്ട് നമുക്കുണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം. പക്ഷെ മനുഷ്യനത് മനസ്സിലാക്കാതെ എനിക്ക് കഷ്ടത വന്നല്ലോ എന്ന് വിചാരിച്ച് അതിനെ തള്ളിക്കളിയാണ്. ശരിക്കും ഈ മനുഷ്യൻ്റെ പരാജയങ്ങളും കഷ്ടപ്പാടുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അത് വരട്ടെ, വന്നാൽ അതിനെ നേരിടാവുന്നുള്ളൊരു മനോഭാവത്തോടെ ജീവിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു ലോട്ട്സ് ഓഫ് പവർ. ഇപ്പം ഞാൻ യാത്ര പോയി, ഇപ്പം എന്നോട് പലരും ചോദിച്ചു നീ മാത്രമുള്ളോ കേരളത്തിൽ നിന്ന്. ഞാൻ ഇപ്പോൾ ഹിമാലയത്തിലും ലേയിലും എല്ലാ 6 മാസം കൂടുമ്പോൾ എങ്ങനെ യാത്ര ചെയ്യും. ഞാൻ പലരോടും ചോദിക്കും പോരണ്ടോ. അപ്പോൾ ചില ആൾക്കാർ പോരാമെന്ന് പറയും, ഇത്തവണയും 2 പേര് പോരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. മറ്റേ ആൾ പോരാൻ ഒരാഴ്ച പോകുന്ന തലേദിവസം എനിക്ക് ലീവ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ നേരത്തെ റെഡിയാക്കി വയ്ക്കും, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ. അപ്പോൾ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നീ മാത്രമുള്ളോ കേരളത്തിൽ, നീ മാത്രമുള്ളോ. ഇത്തവണ സോളോ റൈഡ് ചെയ്താണ് 15 ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തത്. ഡിഫിക്കൽട്ടായിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ജേർണിയാണ്. അപ്പോൾ അന്നേരം എൻ്റെ കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്
നീ തന്നെ യാത്ര ചെയ്തെങ്കിൽ ജീവിതത്തിനൊക്കെ എന്തും ചെയ്യാൻ സാധിക്കും. അത് ആ റിയലൈസേഷൻ ആക്കാനാണ് കൂടെ വരുന്നത്. അപ്പോൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ഓക്കെ എൻ്റെ ജീവിതം ശരിയാക്കാം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ശരിയാകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സ് ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടേരെ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടോക്കൺ കൊടുത്തിട്ടേരെ. എപ്പോഴും അങ്ങനെ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ഭയങ്കര ലേണിംഗ് ആണ്. ഈ പരാജയങ്ങളുണ്ടാകും, കൂടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ അതിന് അമോർ ഫാറ്റി എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തെ അത് മാറ്റുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ആ ചിന്ത, ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ കൂടെയും ആണ് പർപ്പസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.